സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്സ് എന്ന അധ്യായത്തിലെ ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗത്ത് വിവിധയിനം പാറകളെക്കുറിച്ച്, അവ രൂപീകൃതമായ രീതികളെക്കുറിച്ച്, അവ ക്ഷയിച്ച് പൊടിയുന്നതിനെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുക. ക്രസ്റ്റ് അഥവാ ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. മലയാളത്തില് ലിത്തോസ്ഫിയറിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് ശിലാമണ്ഡലം എന്നാണ്. ലിത്തോസ്ഫിയറിന്, അതായത് ശിലാമണ്ഡലത്തിന്റെ താഴെ പാറയും മറ്റും ഉരുകി ഒരു അർദ്ധ ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വത സ്ഫോടനങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ ഈ അസ്തനോസ്ഫിയറിൽ നിന്നാണ് ലാവ പുറത്തേക്ക് ഒഴുകി വരുന്നത്. ലിത്തോസ്ഫിയറും അസ്തനോസ്ഫിയറും എന്നാൽ എന്താണെന്ന് ഒരിക്കൽ കൂടി നമുക്ക് പറയാം. The crust and the upper part of the mantle together are known as lithosphere. ക്രസ്റ്റും മാന്റിലിന്റെ അപ്പർ പാർട്ട്, മുകൾ ഭാഗവും ചേർന്ന് ഉള്ള ഭാഗത്തിന് മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ലിത്തോസ്ഫിയർ. The part beneath the lithosphere, where the materials exist in a partially molten state, is known as asthenosphere. ഈ ലിത്തോസ്ഫിയറിന്റെ താഴെ, അവിടെ ഈ പാറയും ശിലകളുമൊക്കെ ഭാഗികമായി ഉരുകി കിടക്കുകയാണ്, ഒരു അർദ്ധ ദ്രവാവസ്ഥയില്. ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് അസ്തനോസ്ഫിയർ. This is the source of the molten rock material that comes out during volcanic eruptions. അഗ്നിപർവ്വത സ്ഫോടന വേളയില് ഈ അസ്തനോസ്ഫിയറിൽ നിന്നാണ് ലാവ പുറത്തേക്ക് ഒഴുകി വരുന്നത്. നമ്മൾ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലത്തെ കുറിച്ചാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. ഈ ലിത്ത് എന്ന് പറഞ്ഞാല് റോക്ക് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പാറ അല്ലെങ്കിൽ ശില. അപ്പൊ ഈ ലിത്തോസ്ഫിയറിന് ആ പേര് വരാനുള്ള കാരണം മനസ്സിലായി. ലിത്തോസ്ഫിയർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ശില അല്ലെങ്കിൽ പാറ, അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലിത്തോസ്ഫിയറിന് അങ്ങനെ ഒരു പേര് വരാന് ഇടയായത്. ഈ ശിലകള് അല്ലെങ്കിൽ റോക്സ് പല നിറത്തിലും കാഠിന്യത്തിലും ഒക്കെ ഉണ്ട്. ശിലകളിലെ ഈ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ്. ശിലകള് നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ. സിലിക്ക, അഫ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ 2000-ലധികം ധാതുക്കള് ഭൂമിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ വ്യത്യസ്ത നിറത്തിലും കാഠിന്യത്തിലും ഉള്ളവയാണ്. റോക്സ് ആർ ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ഹാർഡ്നെസ്. പാറകള് വ്യത്യസ്ത നിറത്തിലും കാഠിന്യത്തിലുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ കാരണം ദിസ് ഡൈവേഴ്സിറ്റി ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസ്. അതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലൊരു വൈവിധ്യം ഉണ്ടായിട്ടുള്ളത്. The constituents of rocks are called minerals. പാറകളിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ധാതുക്കളാണ്. More than 2000 minerals such as silica, mica, hematite, bauxite, etc. have been identified on Earth. സിലിക്ക, മൈക്ക, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് എന്നിങ്ങനെ ഏതാണ്ട് 2000-ഓളം ധാതുക്കള്, മിനറൽസ് ഈ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പാറകളെ
നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം. Rocks can be classified broadly into three. They are the igneous rocks, sedimentary rocks, and metamorphic rocks. ശിലകളെ നമുക്ക് ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്നുകൂടെ കേൾക്കുക. Rocks can be broadly classified into three. They are the igneous rocks, sedimentary rocks, and metamorphic rocks. ഇനി ഇതിനകത്ത് നമുക്ക് igneous rocks, ആഗ്നേയ ശിലകൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കൊന്ന് നോക്കാം. Igneous rocks are formed by the molten rock material rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഗ്നിപർവ്വതങ്ങൾ പൊട്ടുവന്ന്. ഇങ്ങനെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിക്കഴിയുമ്പോൾ ഈ ക്രസ്റ്റിലെ, അതായത് ഭൂവൽക്കത്തിലെ ചെറിയ ഫിഷേഴ്സിലൂടെ, ഈ വിടവുകളിലൂടെ ഈ ലാവ പുറത്തേക്ക് വരും. ഇങ്ങനെ പുറത്തു വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിന്റെ ഉള്ളിൽ വെച്ചോ ഈ ലാവ തണുത്തുറയും. ഇങ്ങനെ ഉണ്ടാകുന്ന പാറകളെയാണ് നമ്മൾ ആഗ്നേയ ശിലകളെന്ന് വിളിക്കുക. എന്നോട് ശ്രദ്ധിക്കുക. അഗ്നിപർവ്വത സ്ഫോടന വേളകളില് പുറത്തേക്ക് വരുന്ന ലാവ തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന പാറകളെയാണ് നമ്മൾ ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുക. ആഗ്നേയ ശിലകളുടെ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ. ഗ്രാനൈറ്റ്, ബസാൾട്ട്. നമ്മുടെയൊക്കെ കുറെ പേരുടെയെങ്കിലൊക്കെ വീടുകളിലെ ഗ്രാനൈറ്റ് തറയിൽ നമ്മൾ പാകിയിട്ടുണ്ട്. ഇനി മറ്റെല്ലാ പാറകളും ഉണ്ടാകുന്നത് ആഗ്നേയ ശിലയിൽ നിന്നാണ്. അതുകൊണ്ട് ആഗ്നേയ ശിലകളെ പ്രൈമറി റോക്സ് എന്ന് വിളിക്കാറുണ്ട്. All the other rock types are formed from the igneous rocks, so they are called primary rocks. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ആഗ്നേയ ശിലകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അവസാദ ശിലകളെ കുറിച്ച് അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സിനെ കുറിച്ചാണ്. പാറകൾ കാലാന്തരത്തിൽ ക്ഷയിച്ച് പൊടിയും. ഇവ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഇവയ്ക്ക് അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. നമ്മൾ പറഞ്ഞു ഈ താഴ്ന്ന പ്രദേശങ്ങളില് പൊടിഞ്ഞ പാറകള് നിക്ഷേപിക്കപ്പെട്ട ഇങ്ങനെ കാലങ്ങൾ കൊണ്ട് അടുക്കുകളായിട്ടാണ് അവസാദ ശിലകൾ രൂപപ്പെടുന്നത്. ഇങ്ങനെ അടുക്കുകളായി രൂപപ്പെടുന്നത് കൊണ്ട്, പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾക്ക് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും പേരുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കാണാം. സ്ക്രീനിൽ നോക്കുക. രണ്ടാമത്തെ കോളം നിങ്ങൾ പരിശോധിക്കുക. സെഡിമെന്ററി റോക്സ്. റോക്സ് അണ്ടർഗോ വെതറിംഗ് ഇൻ കോഴ്സ് ഓഫ് ടൈം. പാറകള് കാലക്രമേണ ക്ഷയിച്ച് പൊടിയുന്നു. The debris so formed will be deposited in the low regions as layers. ഇങ്ങനെ ക്ഷയിച്ചു പൊടിഞ്ഞ പാറയുടെ ചെറിയ ചെറിയ തരികള് താഴ്ന്ന പ്രദേശങ്ങളിൽ അടുക്കുകളായി നിക്ഷേപിക്കപ്പെടുന്നു. These materials gradually get lithified and transformed into sedimentary rocks. ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന നിക്ഷേപങ്ങൾ, അവസാദങ്ങൾ ഗ്രാജുവലി, കാലക്രമേണ ഉറച്ച് കട്ടിയായി അവസാദ ശിലകളായി രൂപപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങളാണ് സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോണും.
As the sedimentary rocks are formed in layers, sedimentary rocks പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട്, അടുക്കുകളായി രൂപപ്പെടുന്നത് കൊണ്ട്, they are also known as stratified rocks. അവയെ അടുക്കുശിലകൾ അല്ലെങ്കിൽ stratified rocks എന്നും വിളിക്കാറുണ്ട്. നമ്മൾ ആഗ്നേയശിലകളെ കുറിച്ചും അവസാദ ശിലകളെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇഗ്നേയസ് റോക്സിനെ കുറിച്ചും സെഡിമെന്ററി റോക്സിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെറ്റമോർഫിക് റോക്സ് അല്ലെങ്കിൽ കായാന്തരിത ശിലകളെ കുറിച്ചാണ്. കൂടിയ മർദ്ദം മൂലവും താപം മൂലവും പാറകള് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. മാർബിള്, സ്ലേറ്റ്. ഒരു പ്രത്യേകതയുണ്ട് കായാന്തരിത ശിലകൾ നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് കായാന്തരിത ശിലകളാണ്. മെറ്റമോർഫിക് റോക്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടി കാണാം. When rocks undergo physical and chemical changes due to high temperature and pressure, metamorphic rocks are formed. പാറകള് ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. എന്താണ് കാരണം? ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. ഉയർന്ന ചൂടും ഉയർന്ന മർദ്ദവും മൂലം. അങ്ങനെയാണ് മെറ്റമോർഫിക് റോക്സ് ഉണ്ടാകുന്നത്. And there are 2 examples for metamorphic rocks. They are marble and slate. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, കായാന്തരിത ശിലകളാണ് അല്ലെങ്കിൽ മെറ്റമോർഫിക് റോക്സ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. Metamorphic rocks are prominent in Kerala. The rocks may not remain in their original form forever. They are subjected to several changes over time. Now you can observe the diagram given in the screen and understand this. പാറകള്, ശിലകള് അവ ഉണ്ടായ കാലത്തേതുപോലെ എക്കാലവും നിലനിൽക്കണമെന്നില്ല. അവ കാലാന്തരത്തിൽ പലവിധ മാറ്റങ്ങൾക്കും വിധേയമാവും. ഇപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ആഗ്നേയശില അവസാദശിലയാവുന്നതും അവസാദശില മെറ്റമോർഫിക് ശിലയാവുന്നതും കായാന്തരിത ശിലയാവുന്നതും എല്ലാ തരത്തിലുള്ള ശിലകളും പൊടിയുന്നതും വീണ്ടും ഭൂമിയുടെ ഉള്ളറയിലേക്ക് പോകുന്നതും അവിടെ ലാവ രൂപപ്പെടുന്നതും വീണ്ടും അവ പുറത്തേക്ക് വരുന്നതും വീണ്ടും ആഗ്നേയശിലയായി മാറുന്നതും പലവിധ രൂപങ്ങൾ കൈക്കൊള്ളുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. We have already discussed about the different types of rocks: igneous rocks, sedimentary rocks, and metamorphic rocks. These rocks undergo various changes with time. Such disintegration or decomposition of rocks is termed as weathering. As a result of weathering, the physical and chemical composition of rocks change. വിവിധ തരം ശിലകളെ പറ്റി നിങ്ങൾ പഠിച്ചല്ലോ. അവ കാലാന്തരത്തിൽ പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. ഇത്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയകളെ വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്നാണ് പറയുന്നത്. വെതറിംഗ് can be classified into 3: physical or mechanical weathering, chemical weathering and biological weathering. ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം എന്നിങ്ങനെ അപക്ഷയത്തെ അല്ലെങ്കിൽ വെതറിങ്ങിനെ 3 ആയി തിരിക്കാം.
ഇതിൽ ആദ്യത്തേത് ഭൗതിക അപക്ഷയം. The expansion and contraction of minerals due to the variations in temperature results in weathering. താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലകളിലെ ധാതുക്കൾക്കുണ്ടാകുന്ന മിനറൽസിനുണ്ടാകുന്ന വികാസവും സങ്കോചവും വെതറിങ്ങിന് അല്ലെങ്കിൽ അപക്ഷയത്തിന് കാരണമാകുന്നു. Disintegration also occurs due to the freezing of water in the fissure of rocks. കൂടാതെ ഈ ഫിഷറുകൾക്കുള്ളില് വിള്ളലുകൾക്കുള്ളില് ജലം തണുത്ത ഉറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട്. ഫിസിക്കൽ വെതറിങ് അല്ലെങ്കിൽ ഭൗതിക അപക്ഷയം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തേത് കെമിക്കൽ വെതറിങ് ആണ്. നിങ്ങൾ രണ്ടാമത്തെ കോളത്തിലേക്ക് നോക്കുക. കെമിക്കൽ വെതറിങ്. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ എക്സെട്ര react with the minerals and result in the chemical decomposition of rocks. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ അല്ലെങ്കിൽ പാറകളിലെ മിനറൽസുമായി ധാതുക്കളുമായി കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നു, രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശിലകളിലെ ഒരു കെമിക്കൽ ഡീകോമ്പോസിഷൻ, ശിലകളിലെ രാസപരമായ ഒരു വിഘടനം ഉണ്ടാകുന്നു. ഇതാണ് കെമിക്കൽ വെതറിങ്ങിന്റെ അല്ലെങ്കിൽ രാസിക അപക്ഷയത്തിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ബയോളജിക്കൽ വെതറിങ് എന്ന് പറയുന്ന കോളത്തിലെ കണ്ടന്റ് ഞാൻ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. The plant roots penetrating into the fissures in rocks. സസ്യങ്ങളുടെ വേരുകൾ പാറകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും burrowing of animals, ജന്തുക്കള് മാളങ്ങൾ ഉണ്ടാക്കുന്നതും and the decomposition of plant and animal remains lead to weathering. സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ചീയലും ഒക്കെ വെതറിങ്ങിന് അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. Apart from this, ഇത് കൂടാതെ human activities such as mining and quarrying, മനുഷ്യരുടെ പ്രവർത്തനങ്ങളായ മൈനിങ്, ഖനനവും ക്വാറിയിങ്, പാറ പൊട്ടിക്കലും ഒക്കെ വെതറിങ്ങിലേക്ക് അല്ലെങ്കിൽ അപക്ഷയത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. ബയോളജിക്കൽ വെതറിങ്ങിനെ കുറിച്ച് ഒരിക്കൽ കൂടി പറയാം. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന മൂന്നാമത്തെ കോളത്തില് കൊടുത്തിരിക്കുന്ന ആ കണ്ടന്റ് ഞാൻ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. അതിന്റെ മലയാള പരിഭാഷ, അതിന്റെ അർത്ഥം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബയോളജിക്കൽ വെതറിങ്, ജൈവിക അപക്ഷയം. The plant roots penetrating into the fissures in rocks. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ പാറകളിലെ വിടവുകളിലേക്ക് ആഴ്ന്ന് ഇറങ്ങുന്നതും burrowing of animals, ജീവികള് മാളങ്ങൾ ഉണ്ടാക്കുന്നതും and the decomposition of plant and animal remains, സസ്യ ജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനം, ചീയലുമൊക്കെ lead to weathering, അപക്ഷയത്തിന് കാരണമായി തീരുന്നു. Apart from this, ഇത് കൂടാതെ human activities such as mining and quarrying, മനുഷ്യ പ്രവർത്തനങ്ങളായ ഖനനവും പാറ പൊട്ടിക്കലും also lead to weathering, അപക്ഷയത്തിലേക്ക് വെതറിങ്ങിലേക്ക് നയിക്കുന്നു.